Today I am discussing about PHP cookies and PHP sessions, how to create the cookies in PHP and how to create session in the case of using PHP language. So what is this cookies? Cookies are actually a small piece of information stored in client browser. It is in the form of text file. It is usually used to recognize the user, and usually these PHP cookies are created at the server side and is saved to the client browser. Each time client sends a request to the server, the cookie is embedded with the request. So the figure shows the interactions about how the cookie is created. When we request something to the server from the browser, so first that is the request goes to the server. In response of the this server request, the server will give response at the same time. It will make a cookies, or it will create a cookies and will send it to the browser. The browser will store these cookies. Whenever the browser want to or whenever the client want to communicate with the server in later time, then they do is it will request what it want, at the same time it will send the cookies also. So this cookie information will identify the user for the server. സോ അതാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസർ സെർവറിന് റിക്വസ്റ്റ് അയക്കും. സെർവർ ബ്രൗസർ റിക്വസ്റ്റ് അയക്കുമെന്ന് വെച്ചാൽ ശരിക്കും യൂസർ ഒരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ സെർവറിൽ എത്തിക്കഴിഞ്ഞാൽ സെർവർ തിരിച്ചെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ റിക്വസ്റ്റ് ചെയ്ത ഫയലും ഒപ്പം ഈ യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കുക്കി ഇൻഫർമേഷനും കൂടി ബ്രൗസർ സൈഡിലോട്ട് സെൻഡ് ചെയ്യും. ബ്രൗസർ ഈ കുക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. പിന്നീട് നമ്മൾ ഇതേ സെയിം സൈറ്റിലോട്ട് അതേ യൂസർ തന്നെ വീണ്ടും ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ റിക്വസ്റ്റിനൊപ്പം ഈ കുക്കി ഇൻഫർമേഷനും കൂടി സെർവറിലെത്തും. സോ സെർവർ ക്യാൻ ഐഡൻറ്റിഫൈ ദ യൂസർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് cookies. So that is the step. ഈ PHP കുക്കീസ് ഉണ്ട് എങ്കിൽ അത് HTML ടാഗിന് മുമ്പായിരിക്കും നമ്മൾ പറയാറുള്ളത്. ഇനി ആദ്യം അത് ആ സ്റ്റെപ്പ് ഒന്നുകൂടി കാണിക്കുകയാണ്. സെർവർ സെൻഡ്സ് എ സെറ്റ് ഓഫ് PHP cookies to the browser. Browser store this information on local machine for the future use. Next time when browser sends any request to the browser, it sends these cookie information. So the server can identify the user. അങ്ങനെയാണ് PHP കുക്കീസിൽ യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കുക്കീസ് സാധാരണയായിട്ട് നമ്മൾ HTTP ഹെഡറിലാണ് സെറ്റ് ചെയ്യാറ്. HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ സ്റ്റേറ്റ്ലെസ് ആണ്. അതുകൊണ്ട് അതിനൊരിക്കലും HTTP ഹെഡറിന് ഒരിക്കലും ഒരു യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ യൂസർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വെബിന് ഒരു ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് കുക്കി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വന്നത്. ഇനി കുക്കി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ സെറ്റ് കുക്കിയിൽ നമ്മൾ നെയിം, വാല്യൂ, എക്സ്പിറേഷൻ ഡേറ്റ്, പാത്ത്, ഡൊമൈൻ, സെക്യൂരിറ്റി, ഇത്രയും ഇൻഫോർമേഷൻ ആയിരിക്കും നമുക്ക് കുക്കി ക്രിയേറ്റ് ചെയ്യാനുണ്ടാവുക. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. സെറ്റ് കുക്കി, ഒരു കുക്കി ക്രിയേറ്റ് ചെയ്യാണ്. കുക്കിയുടെ പേര് നമ്മളൊരു കൊടുത്തു, നെയിം, ആ നെയിമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സബീന. അപ്പോൾ ഇത് സബീന എന്ന് പറയുന്ന ഒരാളാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഇനി അത് എത്ര നേരം ചെയ്യണം എന്നുള്ളത് ഞാൻ കൊടുത്തു. ടൈം പ്ലസ് 3600 സെക്കൻഡ്സ് കൊടുത്തു. ഇനി സ്ലാഷ്, പിന്നെ ഡബിൾ കോഡ്സ് കൊടുത്തിട്ടുണ്ട്, 0. ഇത് ഓരോ ഫീൽഡും എന്തുവാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെയിം എന്ന് പറഞ്ഞാൽ ഈ കുക്കിയുടെ പേരാണ്, നമുക്ക് ഈ ആക്സസ് ചെയ്യേണ്ട കുക്കിയുടെ പേരാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആക്സസ് ദ കുക്കിയാണ്. വാല്യൂ എന്ന് പറഞ്ഞാൽ ആ കുക്കിയിൽ നമ്മൾ ഏത് കണ്ടൻ്റാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത്. ഇനി എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ എക്സ്പയറി ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബ്രൗസർ ക്ലോസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുക്കിയും അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് കുക്കി ക്രിയേറ്റ് ചെയ്യുമ്പോൾ 1 ഇയറോ 2 ഇയറോ അല്ലെങ്കിൽ 1 മന്തോ അങ്ങനെയായിരിക്കും നമ്മൾ എക്സ്പിറേഷൻ ഡേറ്റ് വെച്ചിട്ടായിരിക്കും എപ്പോഴും ഒരു കുക്കി ക്രിയേറ്റ് ചെയ്യുക. ഇനി അടുത്തത് പാത്താണ്. ഈ സ്ലാഷ് ഇട്ടേക്കുന്നത് പാത്താണ്. കുക്കി വാലിഡ് ആയിട്ടുള്ള പാത്തുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ സ്ലാഷ് വെച്ചിട്ട്. സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സെർവർ ഫോൾഡറിലെ എല്ലാ ഡയറക്ടറീസിലും ഈ കുക്കി ബാധകമാണെന്നുള്ളതാണ്. ഇനി ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് കുക്കി വാലിഡ് ആയിട്ടുള്ളത് ഏത് വെബ്സൈറ്റാണോ ക്രിയേറ്റ് ചെയ്തത് ആ ഡൊമൈൻ ആയിരിക്കും വാലിഡ് ആവുക. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഡൊമൈനിൽ വാലിഡിറ്റി പറയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്പെസിഫൈ ഇറ്റ് ഇൻ ദിസ് ഫീൽഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന് പറയുന്നത് കുക്കീസ് സെൻഡ് ചെയ്യേണ്ടത് സെക്യൂർ മെത്തേഡ് HTTPS വഴി വേണോ അതോ HTTP വഴി വേണോ. 0 ആണെങ്കിൽ അത് HTTP വഴിയും 1 ആണെങ്കിൽ HTTPS. അപ്പം ഇതാണ് കുക്കീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ സെറ്റ് കുക്കി എന്ന് പറയുന്നത് PHP കോഡാണ്. ഈ കോഡ് വഴി നമുക്ക് കുക്കീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് നോക്കാം ഡിലീറ്റ് കുക്കീസ്. എങ്ങനെ നമുക്ക് കുക്കീനെ ഡിലീറ്റ് ചെയ്യാമെന്ന്.
അപ്പോൾ കുക്കിയെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെറ്റ് കുക്കി ഫംഗ്ഷനിൽ എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറയുന്ന സംഭവം പാസ്റ്റ് പഴയ സമയം കൊടുത്താൽ മതി. അതായത് ടൈം -3600 എന്ന് പറഞ്ഞാൽ പഴയ കറണ്ട് ടൈമിൽ നിന്ന് 3600 സെക്കൻഡ്സ് കുറയ്ക്കുക എന്ന് വെച്ചാൽ പാസ്റ്റ് ടൈമായി. അപ്പം ഈ കുക്കി എന്ത് ചെയ്യും, ഡിലീറ്റ് ആയിപ്പോവും. അപ്പോൾ കുക്കി ക്രിയേറ്റ് ചെയ്യുന്ന പഠിച്ചു, ഡിലീറ്റ് ചെയ്യുന്ന പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കുക്കീസ്. കുക്കിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ഡേയ്സോ വീക്സോ നമുക്ക് പെർസിസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ സെറ്റ് കുക്കിയിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഡേയ്സോ വീക്സോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് യൂസർ പ്രിഫറൻസും യൂസർ വിസിറ്റ് ഇൻഫർമേഷനും കുക്കി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. കുക്കീസ് സാധാരണയായിട്ട് ക്ലയൻറ്റ് മെഷീൻ സേവ് ചെയ്യുന്നത് കൊണ്ട് സെർവർ ക്രാഷ് ആയാൽ പോലും ദ കുക്കി സ്റ്റിൽ അവൈലബിൾ ആണ്. ഇനി കുക്കിയുടെ വർക്കിംഗ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, യൂസറിന് അവെയർ ആവത്തില്ല കുക്കി ഉണ്ട് എന്നുള്ളത്. സോ ഇനി നമുക്ക് സെഷൻ നോക്കാം. സെഷൻ സാധാരണയായിട്ട് നമ്മൾ വെബ്സൈറ്റുകളിലേക്ക് ഷോപ്പിംഗ് കാർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായി സെഷൻ ഉപയോഗിക്കുന്നത്. എന്താണ് ഒരു സെഷൻ എന്ന് ചോദിച്ചാൽ, വെൻ യു ലോഗ് ഇൻ എ വെബ്സൈറ്റ്, നമ്മളൊരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു, ഡു സം ചേഞ്ചസ്, ദെൻ യു ക്ലോസ് ഇറ്റ്. ആ എൻ്റെ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പം ബാങ്കിങ് സൈറ്റിൽ കയറുക, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുന്നിടം വരെയുള്ള അത്രയും സമയത്തെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത് സെഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സെഷൻ ഇൻ്റർനെറ്റിൽ വെബ് സെർവറിൽ അറിഞ്ഞുകൂടാ നമ്മൾ ആരാണെന്നോ നമുക്ക് എന്താണെന്നോ അറിഞ്ഞുകൂടാ. അപ്പം HTTP ഡസൻറ്റ് മെയിൻറ്റെയിൻ ദ സ്റ്റേറ്റ്, അതാണ് ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം. അപ്പം നമുക്ക് സെഷൻ വേരിയബിൾ ഉപയോഗിച്ചിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഈ സെഷൻ വേരിയബിൾസ് എന്ത് ചെയ്യും, യൂസർ ഇൻഫർമേഷൻ സേവ് ചെയ്യും. നമ്മൾ ആ വെബ്സൈറ്റിൽ പല പേജുകൾ വിസിറ്റ് ചെയ്താലും നമ്മളെക്കുറിച്ചുള്ള ആ ഇൻഫർമേഷൻ സെഷൻ വേരിയബിൾസ് നമുക്ക് സ്റ്റോർ ചെയ്താൽ പറ്റും. സെഷൻ വേരിയബിൾ എപ്പോഴായിരിക്കും ബൈ ഡിഫോൾട്ട് സെഷൻ വേരിയബിൾസ് ലോസ്റ്റ് ആവുന്നത് യൂസർ ബ്രൗസർ ക്ലോസ് ചെയ്യുമ്പോഴായിരിക്കും. സാധാരണയായിട്ട് ഈ സെഷൻ വഴി നമ്മളൊരു സിംഗിൾ യൂസറിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് അവൈലബിൾ ടു ഓൾ പേജസ് ഇൻ വൺ ആപ്ലിക്കേഷനാണ്. ഇനി സെഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, സെഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സെഷൻ സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. ഇനി സെഷനിലുള്ള ഒരു വേരിയബിൾ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അണ്ടർസ്കോർ സെഷനാണ്, $_സെഷനാണ് സെഷൻ വേരിയബിൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സെഷൻ വേരിയബിൾസ് നമ്മളെപ്പോഴും സെർവറിലായിരിക്കും സേവ് ചെയ്യുന്നത്, അതായത് സെഷൻ്റെ ഒരു പ്രത്യേകത. ഇനി സെഷനിൽ നമുക്ക് സെഷൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫംഗ്ഷൻ അവൈലബിൾ, അൺസെറ്റും സെഷൻ ഡിസ്ട്രോയും. സെഷൻ _അൺസെറ്റ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് റിമൂവ് ഓൾ സെഷൻ വേരിയബിൾസ്. ഇനി നമുക്ക് കംപ്ലീറ്റ് സെഷൻ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സെഷൻ _ഡിസ്ട്രോയ് ആണ്. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ടു ഷോസ് ദ യൂസേജ് ഓഫ് സെഷൻ. അപ്പം നമ്മൾ ഒരു PHP ബ്ലോക്കിൻ്റെ ഉള്ളിൽ സെഷൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ഒരു സെഷൻ ID ക്രിയേറ്റഡ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്തു, സെഷൻ വേരിയബിളിനകത്ത് സെഷൻ വേരിയബിൾ സെറ്റ് ചെയ്തേക്കുക ഇവിടെ. അപ്പോൾ ഫേവറേറ്റ് കളർ എന്ന് പറയുന്ന സെഷൻ വേരിയബിളിലോട്ട് നമ്മൾ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്തു, ഗ്രീൻ ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു. ഇത്രയുമാണ് ഈ വീഡിയോയിൽ PHP കുക്കീസും സെഷൻസും നമുക്ക് പഠിക്കാനുള്ളത്.